Hello, this is Vijita Anish, nurse instructor at Athena Coaching Center. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പീഡിയാട്രിക് കണ്ടീഷൻ ആണ് ടെട്രോളജി ഓഫ് ഫലോട്ട്. ടെട്രോളജി ഓഫ് ഫലോട്ട് എന്ന് പറയുന്നത് ഒരു കൺജനൈറ്റൽ കാർഡിയാക് ഡിസോർഡർ ആണ്. നമ്മൾ നഴ്സിംഗ് പഠിച്ച സമയത്തൊക്കെ ഒരുപാട് കൺജനൈറ്റൽ കാർഡിയാക് ഡിസോർഡേഴ്സിൽ പീഡിയാട്രിക്കിൽ പഠിച്ചിട്ടുണ്ട്. കൺജനൈറ്റൽ കാർഡിയാക് ഡിസോർഡറിനെ സൈനോട്ടിക് എന്നും എസൈനോട്ടിക് എന്നും ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞ സൈനോട്ടിക്കിന്റെയും എസൈനോട്ടിക്കിന്റെയും അണ്ടറിൽ ഒരുപാട് കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നും ഒരു കണ്ടീഷൻ ആണ് ടെട്രോളജി ഓഫ് ഫലോട്ട്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് ലൈസൻസിങ് എക്സാംസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആണ് ടെട്രോളജി ഓഫ് ഫലോട്ട്. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഏത് കണ്ടീഷൻ നമ്മൾ പഠിച്ചാലും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ ടെട്രോളജി ഓഫ് ഫലോട്ട് എന്താന്ന് നോക്കാം. ഇതൊരു കൺജനൈറ്റൽ പീഡിയാട്രിക് കാർഡിയാക് ഡിസോർഡർ ആണ്. സൈനോസിസും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് സൈനോസിസ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മളിത് പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പം ടെട്രോളജി ഓഫ് ഫലോട്ടില് ബേസിക്കലി 4 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് പൾമണറി വാൽവ് സ്റ്റീനോസിസ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്, ഡെക്സ്ട്രോപൊസിഷൻ ഓർ ഓവർ റൈഡിംഗ് ഓഫ് അയോട്ട, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഓക്കെ, ഇങ്ങനെ 4 കണ്ടീഷൻസ് ആണ് ബേസിക്കലി ടെട്രോളജി ഓഫ് ഫലോട്ടിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഓവർ റൈഡിംഗ് ഓഫ് അയോട്ട ഉണ്ട്, അതുപോലെ തന്നെ പിന്നീട് വരുന്നതാണ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്, പൾമണറി സ്റ്റീനോസിസ്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അപ്പൊ ഈ 4 കണ്ടീഷൻസും എങ്ങനെ അസോസിയേറ്റഡ് ആയിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, now look at this image. ഇവിടെ ദിസ് ഇസ് നോർമൽ ഹാർട്ട്. ഈ ഒരു ഇമേജ് നോർമൽ ഹാർട്ടിന്റെ ഒരു ഇമേജ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡ് റൈറ്റ് എട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് എട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അറിയാലോ, റൈറ്റ് സൈഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ചേംബർ ആണെന്നും ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് കളക്ട് ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെന്നും എല്ലാവർക്കും അറിയാം. ഓക്കെ, 2 മേജർ വെസൽസ് ഹാർട്ടിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് പൾമണറി ആർട്ടറിയും 2 അയോട്ടയും. രണ്ടും ആർട്ടറീസ് ആണ്. പൾമണറി ആർട്ടറി എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു ആർട്ടറി ആണ്. ഈ പൾമണറി ആർട്ടറി ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റൈറ്റ് പൾമണറി ആർട്ടറി, ലെഫ്റ്റ് പൾമണറി ആർട്ടറി എന്ന് ഡിവൈഡ് ചെയ്ത് അത് ചെറിയ ചെറിയ കാപ്പിലറീസ് ആയിട്ട് 2 ലങ്സിനകത്തേക്ക് മൂവ് ചെയ്യുന്നു എന്നൊക്കെ അറിയാം. അപ്പം പൾമണറി ആർട്ടറി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്ത് ലങ്സിലേക്ക് കൊടുത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നോർമൽ സർക്കുലേഷൻ. ഓക്കെ, എന്നാൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ബ്ലഡ് വെസൽ ആണ് അയോട്ട. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ആൻ ആർട്ടറി. ഓക്കെ, അപ്പൊ അയോട്ട ബ്ലഡ് ക്യാരി ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. ലെഫ്റ്റ് സൈഡ് പ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. സോ അയോട്ട കളക്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ. At the time of ventricular contraction, it gives the blood to the systemic circulation. Fine. So അതാണ് നോർമൽ സർക്കുലേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നോർമൽ കാർഡിയാക് സർക്കുലേഷൻ പ്ലസ് നോർമൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ കാർഡിയാക് നോർമൽ സ്ട്രക്ചർ ആണ് ഈ ഒരു ഇമേജില്. ഓക്കെ, ഇനി അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എപ്പോഴും ഉണ്ടല്ലോ, ഏത് കണ്ടന്റ് ഏത് കണ്ടീഷൻ പഠിക്കുമ്പോഴും what is normal? നോർമലിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാലാണ് അബ്നോർമൽ എന്താന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നോർമൽ ഹാർട്ടില് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ആർട്ടറിയാണ് പൾമണറി ആർട്ടറി, വിച്ച് ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ഇറ്റ് ഗീവ്സ് ദ ബ്ലഡ് ടു ദ ലങ്സ്. 2 ലങ്സിലും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എക്സ്ചേഞ്ചിങ് ദ ഗ്യാസ്, പ്യൂർ ബ്ലഡ് is coming back to heart, to the left side, left atrium, through pulmonary vein. Okay, so the pulmonary vein collects oxygenated blood from the lungs and it comes to the left atrium. From left atrium it moves to left ventricle.
From left ventricle, aorta collects the blood and it gives to the blood to entire systemic circulation. So there are two circulation present inside the heart. One is pulmonary circulation. Second is systemic circulation. So pulmonary circulation, systemic circulation കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ലൈക്ക് അഡൽട്ട് നഴ്സിംഗിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുവാണ്. പൾമണറി ആർട്ടറി, അയോട്ട, അയോട്ട എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, അയോട്ടയുടെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, now look at this. This is tetralogy of Fallot. Okay, അപ്പൊ ടെട്രോളജി ഓഫ് ഫലോട്ടിൽ നമ്മൾ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് പറഞ്ഞത്? 4 എണ്ണം പറഞ്ഞു. നമ്പർ 1 ഓവർ റൈഡിങ് ഓഫ് അയോട്ട. ഓക്കെ, അല്ലെങ്കിൽ ഡെക്സ്ട്രോപൊസിഷൻ എന്ന് പറയാം. ഓവർ റൈഡിങ് ഓഫ് അയോട്ട എന്ന് പറഞ്ഞാല് അയോട്ട യൂഷ്വലി ഒറിജിനേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. അതിന് പകരം അത് ലെഫ്റ്റ് റൈറ്റ് വെൻട്രിക്കിളിന്റെ മിഡില് വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യും. Now look at this. This is aorta. Okay, so aorta usually originate ചെയ്യുന്ന പൊസിഷൻ കണ്ടോ? ഇത് നോർമലി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇവിടെ നിന്നും ഒറിജിനേറ്റ് ചെയ്യേണ്ട അയോട്ട ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യാതെ വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? ഒരു ഹോൾ ഉണ്ടാവും. സോ there will be ventricular septal defect. Okay, so overriding of aorta, aorta originate ചെയ്ത് നോർമലി വെൻട്രിക്കുലർ സെപ്റ്റത്തിലേക്ക് ഓവർറൈഡ് ചെയ്തു വരും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് ഇസ് ഒറിജിനേറ്റിംഗ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ, അത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. അതാണ് ഓവർറൈഡിങ് ഓഫ് അയോട്ട. ബിക്കോസ് ഓഫ് ഓവർറൈഡിങ് ഓഫ് അയോട്ട, വാട്ട് ഇസ് ദേർ? ventricular septal defect. Okay, അടുത്തത് pulmonary stenosis. Okay, so pulmonary stenosis, this is pulmonary artery. ഈ ബ്ലൂ കാണുന്നതാണ് pulmonary artery. Pulmonary artery collects the blood from the right ventricle. Okay, so now here the pulmonary artery is narrowed. Look at this. Okay, pulmonary artery കണ്ടോ? നാരോ ആയിട്ടിരിക്കുന്നു. So pulmonary artery narrow ആവുമ്പോൾ എന്ത് പറ്റും? എക്സാക്ട്ലി പൾമോണിക് വാൽവ്സ് ആണ് നാരോ ആവുന്നത്. അപ്പൊ പൾമണറി ആർട്ടറി സ്റ്റീനോസിസ് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? പൾമണറി ആർട്ടറിക്ക് പ്രോപ്പർ എമൗണ്ട് ഓഫ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റാതെ വരും. ബിക്കോസ് ആർട്ടറി ചുരുങ്ങിയിരിക്കുമല്ലേ. പൾമണറി ആർട്ടറി ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും എന്റെ ബ്ലഡ് എംപ്റ്റി ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. ഓക്കെ, അപ്പൊ പൾമണറി ആർട്ടറി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും എൻറ്റയർ ബ്ലഡ് എടുത്തിട്ട് ലങ്സിന് കൊടുക്കണം. പക്ഷെ ഇവിടെ പൾമണറി ആർട്ടറി ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് എൻറ്റയർ ബ്ലഡ് എടുക്കാൻ പറ്റാതെ വരും. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ ബ്ലഡ് എല്ലാം എവിടെ തന്നെ കിടക്കും? റൈറ്റ് വെൻട്രിക്കിളിൽ തന്നെ അക്യുമുലേറ്റഡ് ആവും. മനസ്സിലായോ? അങ്ങനെ റൈറ്റ് വെൻട്രിക്കിളിന് പ്രോപ്പർ കൺട്രാക്ട് ചെയ്ത് ബ്ലഡിന് ഇജക്ട് ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് വരുന്ന പ്രോബ്ലം ആണ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. നൗ ലുക്ക് അറ്റ് ദിസ്. റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് നോർമൽ ഹാർട്ടിന്റെ റൈറ്റ് വെൻട്രിക്കിൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യൂ. എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓവർ റൈഡിങ് ഓഫ് അയോട്ടയുണ്ട്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ട്, പൾമണറി സ്റ്റീനോസിസ് ഉണ്ട്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ട്. ക്ലിയർ? ഓക്കെ, സോ നമ്മൾ ബേസിക്കലി 4 കണ്ടീഷൻസ് പഠിച്ചതിൽ 2 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്പർ 1, overriding of aorta and pulmonary stenosis. Okay, അപ്പൊ overriding of aorta എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അയോട്ട ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കറക്റ്റ് ആ പോർഷനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതിന് പകരം അത് ചെറുതായിട്ട് ഡീവിയേറ്റഡ് ആയിട്ട് വരുന്നു. അപ്പൊ അതൊരു സിമ്പിൾ ഫോമില് വരയ്ക്കുവാണെങ്കിൽ
മനസ്സിലാവുണ്ടോ? ഇത് സിമ്പിൾ ഫോം ആവുമ്പോൾ ഇത് ഇവിടെ വരുന്നു. അപ്പം ഈ അയോട്ട ഈ ഒരു വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ നിന്ന് ഒറിജിനേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്. ഓക്കെ, അപ്പോൾ ഡെക്സ്ട്രോപൊസിഷൻ അല്ലെങ്കിൽ ഓവർ റൈഡിംഗ് ഓഫ് അയോട്ടയുള്ള എല്ലാ കുഞ്ഞുങ്ങളിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം, വളരെ കോമൺ ആയിട്ട് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് ഉണ്ടാവാം. എല്ലാം 100% അല്ല, പക്ഷെ എന്നിരുന്നാലും ഓവർ റൈഡിംഗ് ഓഫ് അയോട്ട ഉണ്ടെങ്കിൽ ഒരു VSDയുടെ മൂവ്മെന്റ് എപ്പോഴും പോസിബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് പൾമണറി സ്റ്റീനോസിസ്. സി, pulmonary artery this is pulmonary artery. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ബ്ലഡ് വെസൽ ആണ് പൾമണറി ആർട്ടറി. ഈ പൾമണറി ആർട്ടറി ആണ് എന്ത് ചെയ്തിരിക്കണേ? ചുരുങ്ങിയിരിക്കണേ. കണ്ടോ? പൾമണറി ആർട്ടറി ചുരുങ്ങിയിരുന്നു. അപ്പൊ എന്ത് പറ്റും? പൾമണറി ആർട്ടറിക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റാതെ വരികയും റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇവിടെ യൂഷ്വലി കണ്ടോ? റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ സാധാരണ എന്തായിരിക്കും സംഭവിക്കുന്നത്? റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടായി. സോ റൈറ്റ് സൈഡ് ഹാർട്ട് പ്രഷർ ഓൾമോസ്റ്റ് എങ്ങനെയായിരിക്കും? ഇൻക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡ് ഹാർട്ട് പ്രഷർ ഇൻക്രീസ്ഡ് ആയതിന്റെ ഭാഗമായിട്ടും VSD ഉള്ളതിന്റെ ഭാഗമായിട്ടും യൂഷ്വലി ബ്ലഡ് ഷണ്ടിങ് നടക്കും. എവിടെ നിന്ന് എങ്ങോട്ടാ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്. ഓക്കെ, റൈറ്റ് സൈഡിലെ ബ്ലഡ് ഏത് ബ്ലഡാ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ്. വേറെ ലെഫ്റ്റ് സൈഡ് ഈസ് ഹാവിങ് പ്യൂർ ബ്ലഡ്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ ഇംപ്യൂർ ബ്ലഡ് പ്യൂർ ബ്ലഡുമായിട്ട് മിക്സ് ആവുകയും അയോട്ട കളക്ട് ചെയ്യുന്നത് ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. കാരണം ഇംപ്യൂർ ബ്ലഡ് വന്ന് പ്യൂർ ബ്ലഡിൽ മിക്സ് ആയാൽ കംപ്ലീറ്റ്ലി ഇറ്റ് ബിക്കം ഇംപ്യൂർ. ഓക്കെ, സോ നൗ ദ അയോട്ട കളക്ട് ഇംപ്യൂർ ബ്ലഡ് ആൻഡ് ഇറ്റ് സർക്കുലേറ്റ്സ് ത്രൂ ഔട്ട് ദ ബോഡി. ഓക്കെ, അപ്പൊ അയോട്ട എന്ത് ചെയ്യും? ഇംപ്യൂർ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഫുൾ ബോഡിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ ഇംപ്യൂർ അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഈ കുഞ്ഞിന്റെ ബോഡിയിൽ എല്ലായിടത്തും കിട്ടുന്നത്. അപ്പൊ സിസ്റ്റമിക് സർക്കുലേഷൻ അവിടെ ഫെയിൽ ആയി. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വെച്ചിട്ടാണ് സിസ്റ്റമിക് സർക്കുലേഷൻ നടക്കുന്നത്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരുമ്പോഴത്തേക്കും സൈനോസിസ് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഏത് രീതിയിലേക്ക് മൂവ് ആയി? സൈനോട്ടിക് ഡിസോർഡറിലേക്ക് മൂവ് ആയി. ഓക്കെ, അങ്ങനെയാണ് ഈ കണ്ടീഷനെ സൈനോട്ടിക് ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സൈനോട്ടിക് ഡിസോർഡർ കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് ഈ പേഷ്യന്റിന് സൈനോസിസ് ഉണ്ടാവുന്നു. സൈനോസിസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് റൈറ്റ് സൈഡിലെ ഹാർട്ട് പ്രഷർ ഓട്ടോമാറ്റിക്കലി റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ടാവുമ്പോൾ അത് പ്രഷർ കൂടുകയും VSDയുടെ പ്രസൻസിൽ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ബ്ലഡ് മിക്സ് ആവുകയും അയോട്ട ആ ബ്ലഡ് കളക്ട് ചെയ്തു. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എൻറ്റയർ സിസ്റ്റമിക് സർക്കുലേഷനിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞിന് ഹൈപ്പോക്സിയ പ്ലസ് ടിഷ്യൂ പെർഫ്യൂഷൻ ഇംപയർ ആവുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി എവിഡൻസ്ഡ് ബൈ സൈനോസിസ്. ഓക്കെ, സൈനോസിന്റെ കളറാണ് ബ്ലൂ. അപ്പൊ യൂഷ്വലി ഈ ഒരു കണ്ടീഷനെ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയാറുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ? Now look at this. ടെട്രോളജി ഓഫ് പലോട്ടുള്ള കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും വരുന്നത്? പുവർ സക്കിംഗ്. വൈ? എന്തുകൊണ്ടാണ് പുവർ സക്കിംഗ് ഉണ്ടാവുന്നത്? പുവർ സക്കിങ്ങിന്റെ ബേസിക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പുവർ സക്കിംഗ് വരുന്നതിന്റെ ബേസിക് റീസൺ, കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ സ്ട്രെയിനിയസ് ആക്ടിവിറ്റി. സോ കുഞ്ഞ് സക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഹാർട്ടിന്റെ മൂവ്മെന്റ് കൂടുകയും ഷണ്ടിങ് ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും അത് പിന്നെയും സൈനോസിസിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ കുഞ്ഞ് സൈനോസ്ഡ് ആവുന്നതിനനുസരിച്ച് കുഞ്ഞിന് ഓക്സിജൻ കുറയുമ്പോൾ
ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, സക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അതിന് ബ്രീത്തിങ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവുന്നു, അപ്പൊ കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സക്കിങ് കുറയ്ക്കും. ഓക്കെ, എല്ലാ കൺജനൈറ്റൽ കാർഡിയക് ഡിസോർഡറിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈൻ ആണ് പുവർ സക്കിങ്. ഓക്കെ, സെക്കൻഡ് ഈസ് സൈനോസിസ്. സൈനോസിസ് വരുന്നതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു. സോ സൈനോസിസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ബ്ലൂ ബേബി സിൻഡ്രോം നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് യൂഷ്വലി ദിസ് പെർട്ടിക്കുലർ സൈനോസിസ് ഇസ് കോമൺലി എക്സ്പെക്ടഡ്. ഏത് ടൈമിലാണ് നമുക്ക് ഈ സൈനോസിസ് എക്സ്പെക്ടഡ് ആയിട്ടുള്ളത്? ഡ്യൂറിങ് ആക്ടിവിറ്റി. ഇറ്റ് ക്യാൻ ബി സക്കിങ്, ഇറ്റ് ക്യാൻ ബി ക്രൈയിങ്. മനസ്സിലായോ? അപ്പൊ സക്ക് ചെയ്യുമ്പോഴോ ക്രൈ ചെയ്യുമ്പോഴോ ആണ് എപ്പോഴും എന്ത് വരുന്നത്? സൈനോസിസ് ഉണ്ടാവുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്തത് ഹൈപ്പർ സൈനോട്ടിക് സ്പെൽ, ഓർ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ടെറ്റ് സ്പെൽ, ഓർ ഇറ്റ് ഈസ് എക്രോസൈനോസിസ്. ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. ദിസ് ഇസ് ദ ക്ലാസിക്കൽ സൈൻ. ഓക്കെ, സോ ഇവിടെ ഹൈപ്പർ സൈനോട്ടിക് സ്പെൽ ഉണ്ടാവുന്നു എപ്പം? ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. ഓർ ഇറ്റ് ഈസ് അതർവൈസ് കൺസിഡേർഡ് ആസ് ടെറ്റ് സ്പെൽ, ഓർ ഇറ്റ് ഈസ് എക്രോസൈനോസിസ്. നൗ ലുക്ക് അറ്റ് ദിസ് ഇമേജ്. ഇവിടെ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കാണാം. ഈ കുഞ്ഞിന്റെ ലിപ്സ്, അറൌണ്ട് ദ ലിപ്സ്, ഫിംഗേഴ്സ്, അഗൈൻ ലിംസില് ഫൂട്ട് ഫിംഗേഴ്സ്, ടോസ്. സോ ടോസിലും ഫിംഗേഴ്സ് ഡിജിറ്റ്സിലും അറൌണ്ട് ദ ലിപ് ഇവിടെ എല്ലായിടത്തും സൈനോസിസ് ഉണ്ടാവുകയാണ്. ഇതിനെയാണ് യൂഷ്വലി നമ്മൾ എക്രോസൈനോസിസ് അല്ലെങ്കിൽ ടെറ്റ് സ്പെൽ എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടാവുന്നത്? ബിക്കോസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ മിക്സ് ആവുന്നതിന്റെ ഭാഗമായിട്ട് ടിഷ്യൂ പെർഫ്യൂഷൻ ഇംപയർഡ് ആവുന്നു. ഓക്കെ, അപ്പൊ ടിഷ്യൂ പെർഫ്യൂഷൻ ഇംപയർഡ് ആവുന്നതിന്റെ റീസൺ ആണ് ഇത്. ഓക്കെ, ലോ സാച്ചുറേഷൻ നമുക്കറിയാം, poor feeding, anorexia, fatigue, activity intolerance, growth failure. Ultimately, all these signs are because of hypoxia. Oxygenation decreased ആവുമ്പോൾ, ടിഷ്യൂ പെർഫ്യൂഷൻ ഇംപയർഡ് ആവുമ്പോൾ നമ്മളുടെ ബോഡിയുടെ ടിഷ്യൂസിന് വേണ്ടുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും ആ ടിഷ്യൂസ് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ആക്ടിവിറ്റി ഇൻടോളറൻസ്. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുഞ്ഞിന് ചെയ്യാൻ പറ്റാതിരിക്കുക, ആക്ടിവിറ്റി ഇൻടോളറൻസ് ഉണ്ടാവുക, ഗ്രോത്ത് ഫെയിലിയർ ഉണ്ടാവുക. ഗ്രോത്ത് ഫെയിലിയർ ഒക്കെ അൾട്ടിമേറ്റ്ലി ഓക്സിജൻ ഇല്ലാത്തതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ കാർഡിയാക് മൾമോസ്. ഓക്കെ, so these are the signs and symptoms of tetralogy of Fallot. Okay, അപ്പം എപ്പോഴും ഏത് കണ്ടീഷൻസ് നിങ്ങൾ പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടത് നോർമൽ കാർഡിയാക് സ്ട്രക്ചറും ടെട്രോളജി ഓഫ് ഫലോട്ട് വരുമ്പോൾ എന്താണ് അതിന്റെ അബ്നോർമൽ സ്ട്രക്ചറും എന്നുള്ളതാണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഇന്റർവെൻഷൻസ്, മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മുടെ റെഗുലർ പാറ്റേൺ ഓഫ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അലോങ് വിത്ത് ക്വസ്റ്റ്യൻസ്. ബേസിക് കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.